നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോക്ക് ചൂണ്ടി യുവതിയെ പീഡിപ്പിച്ച് ഉപേക്ഷിച്ച ഒരു അച്ഛനും മകളും ഇപ്പോൾ അറസ്റ്റിലായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. യുവതിയെ പീഡിപ്പിച്ച് മരുഭൂമിയിൽ ഉപേക്ഷിച്ച കേസിലാണ് ഇപ്പോൾ അച്ഛനും മകനും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലാസ് വേഗസിൽ നിന്നും തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ യുവതിയെ ലോസ് ആഞ്ചൽസിലെ മരുഭൂമിയിലാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലിഫോർണിയയിലെ പാംബേഡ് സ്വദേശിയായ സ്റ്റാലിൻ ആൽഫ്രോഡ് എന്ന 54 വയസ്സുകാരനും മകളായ ഷാനിയ നിക്കോൾ എന്ന 22 വയസ്സുകാരിയുമാണ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് കൗണ്ടി പോലീസിന്റെ പിടിയിൽ ആയിരിക്കുന്നത്. നെവാഡ സംസ്ഥാനത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയ യുവതിയെ മറ്റൊരു സംസ്ഥാനത്ത് എത്തിച്ച് പ്രതികൾ തടവിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പണം തട്ടിയെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. നിരവധി തവണ ഈ യുവതി ബലാത്സംഗത്തിന് ഇരയായതായും കൗണ്ടി പോലീസ് പറയുന്നു. എഡ്വാർഡ് എയർഫോഴ്സ് ബേസിനടുത്തുള്ള കേൺ കൗണ്ടി ഹൈവേയിൽ നിന്നാണ് മിലിറ്ററി പോലീസ് ഈ യുവതിയെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവർ ആരോഗ്യനില വീണ്ടെടുക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചു. അതിനിടെ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായ അലക്സിസ് ക്രോ എന്ന 21 വയസ്സുകാരിയുടെ മൃതദേഹം ഡീകാമ കൗണ്ടി പാർക്കിൽ നിന്ന് തന്നെ കണ്ടെത്തിയതായും അലക്സാണ്ട പോലീസ് പറയുന്നു. ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിനിയെ ഇവിടെ നിന്ന് കാണാതായത്. അത് കഴിഞ്ഞ് വിദ്യാർത്ഥിയുടെ തിരോധാനവും കൊലപാതകവും സംബന്ധിച്ച് 2 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കോംഫോർഡിന്റെ റൂംമേറ്റ് ജോൺസൺ ജോൺസിയെയും ഇവരുടെ ബോയ്ഫ്രണ്ട് ബാരൻ ബ്രാൻഡിലുമാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാനായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 27 കോംഫോർഡ് പോലീസിൽ നൽകിയ പരാതിയിൽ റൂംമേറ്റ് ജോൺസിന്റെ ബോയ്ഫ്രണ്ട് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവർ പരാതി നൽകിയിരുന്നു. നവംബർ 1 കോംഫോർഡിനെ കാണാതായ ദിവസം കോംഫോർഡിന്റെ സഹോദരിയുമായി ഫേസ് ടൈമിൽ സംസാരിച്ചിരുന്നതായി പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്തായിരുന്നുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.